ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ജീരകശാല റൈസാണ്. ജീരകശാല ഇല്ലെങ്കിലും ബസുമതി ആണെങ്കിലും അതെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ബിരിയാണി റൈസാണോ അതെടുക്കുക. 2 ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിനെ ഒരു 15 to 20 മിനിറ്റ്സ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇടുക. 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിനെ വാർന്ന് വയ്ക്കുക. ഒട്ടും വെള്ളമില്ലാണ്ട് ആ റൈസ് വാർന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിലേക്ക് 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം, ഇരട്ടി എടുക്കുക വെള്ളം. അപ്പോൾ നമ്മൾ 2 ഗ്ലാസ് റൈസ് എടുത്ത് അപ്പോൾ 4 ഗ്ലാസ് വെള്ളം എടുത്ത് വയ്ക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, പട്ട ഉണ്ടെങ്കിൽ 1 പട്ട, 3 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1 വലിയ ബേ ലീഫ് 2ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും ചേർക്കുക. ഗീ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി, വെളിച്ചെണ്ണ ചേർക്കരുത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം എല്ലാം കൂടി ഇട്ടുള്ളത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് വെള്ളമില്ലേ അതൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നിങ്ങൾ ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ല വാർന്ന് വെച്ചേക്കുന്ന റൈസ് ഇടുക. ആ റൈസ് ഇടുന്നതിന് മുന്നേ പൈനാപ്പിൾ എസൻസോ ബിരിയാണി എസൻസോ ഉണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്സും കൂടി ഇടുക കേട്ടോ തിളച്ച വെള്ളത്തിലേക്ക്. എന്നിട്ട് വേണം റൈസ് ഇടാനായിട്ട്. റൈസ് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിന് ശേഷം സിമ്മിലേക്ക് ഇടുക. എന്നിട്ട് 1 മിനിറ്റ് കൂടുമ്പോൾ നിങ്ങൾ തുറന്ന് നോക്കുക വെള്ളം വറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. 4-5 മിനിറ്റിൽ തന്നെ റൈസ് റെഡിയാവും. വെള്ളം വറ്റി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഓണിയൻ ഫ്രൈ ചെയ്യാം. അതിൽ കുറച്ച് ചിക്കൻ കറിയിലേക്ക് ഇടുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ടും ഇടുന്നുണ്ട്. ആ ഓണിയൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓണിയൻ ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗീ വേണ്ടാന്നുണ്ടെങ്കിൽ ഫുൾ സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ചിക്കൻ കറിക്കും കൂടിയിട്ടുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 6 സവാള, ചെറിയ സവാളയാണ്, 6 എണ്ണം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസാണെങ്കിൽ ഒരു 5 എണ്ണം മതിയാവും. വലിയ സൈസാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. അപ്പോൾ ഇതിപ്പോൾ സ്മോൾ സൈസ് ആയതുകൊണ്ട് ഞാൻ 6 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 2 പിടി ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലേക്ക് ഇടുക. സിമ്മിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ കറി റെഡിയാക്കുന്ന പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൻ്റെ ബാക്കി ഉണ്ടല്ലോ അതൊഴിക്കുക. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ചേർക്കുക. ആവശ്യത്തിന് ഗീയോ എണ്ണയോ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ചൂടായതിലേക്ക് നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ച 6 സവാള അരിഞ്ഞതിൽ 2 പിടിയിൽ നമ്മൾ ഫ്രൈ എടുത്തോളൂ. ബാക്കിയുള്ള ഓണിയൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരുപാട് വഴണ്ടി വരണ്ട, എന്നാൽ ഇച്ചിരി വാടി വരണം. ആ ഒരു പരുവം വരെ നമ്മൾ വഴറ്റിയാൽ മതിയാവും. സവാള വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. വെളുത്തുള്ളി 2 ബോൾ എടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു 2 വലിയ കഷ്ണവും കുറച്ച് 2-3 ചെറിയ കഷ്ണവും എടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 6 എണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടി ലാസ്റ്റ് അധികം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചമുളക് 6-ന് പകരം 8-10 ചേർക്കാം. ഞാൻ മുളക് പൊടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 6 അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, 6 എണ്ണം ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പേസ്റ്റ് ആയിക്കൊണ്ട് വരാം. ഈ സമയത്ത് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരുപാട് ചേർക്കേണ്ട, പിന്നീട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. സവാള വഴാനായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അതും നന്നായിട്ട് ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ആ സവാളയിലേക്ക് ഇനി മിക്സ് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ പീസ് ഇടാം. ചിക്കൻ പീസ് ഞാനൊരു 13 എണ്ണം ഇടുന്നുണ്ട്. ഒരു മീഡിയം സൈസ്, വലിയ സൈസല്ല. വലിയ സൈസൊക്കെ ആണെങ്കിൽ ഒരു 9-10 എണ്ണം ഇട്ടാൽ മതിയാവും. മീഡിയം സൈസ് ആയതുകൊണ്ട് ഞാനൊരു 13 പീസ് ഇടുന്നുണ്ട് ചിക്കൻ പീസ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇടുക. പിന്നെ 1 പിടി മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇടുക. നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ചെണ്ണം മണം ഇഷ്ടമല്ലെങ്കിൽ കുറച്ചിടാം. പിന്നീട് തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ പുളിയുള്ള തൈരാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീര് ചേർക്കാത്തത്. നിങ്ങളിൽ പുളി ഇല്ലാത്ത തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 നാരങ്ങയും കൂടിയിട്ട് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് തുറന്നിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വെള്ളം വറ്റിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതിന് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകുന്ന വേവാകരുത്, ഒരു 70-80% വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓണിയൻ ഫ്രൈ ചെയ്യുന്ന ഒരു പിടി എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. അതിനൊന്ന് പൊടിച്ചിടുകയോ അല്ലെങ്കിൽ അതുപോലെ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്രൈ ഒക്കെ ആയിരിക്കുന്ന ഓണിയൻ ആയതുകൊണ്ട് ഒരുപാടിട്ട് മിക്സ് ചെയ്യാനൊന്നും വേണ്ട. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആയിരിക്കുന്നതാണ് കേട്ടോ. കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ദം ചെയ്യാനുള്ള പരുവമായിട്ടുണ്ട്. ഒരുപാട് ഗ്രേവിയൊന്നും ആവരുത്. ഇതുപോലെ ഈ കാണുന്ന ഒരു പരുവത്തിലേക്ക് ആവുന്നവരെ നിങ്ങളൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ആ ഓണിയൻ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ദം ചെയ്യാനായിട്ട് തുടങ്ങാം. ദം ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് നമ്മുടെ ദോശ ഇടുന്ന ദോശക്കല്ലില്ലേ, അതിനെ ഫസ്റ്റ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയ ഈ പാത്രം വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ലെയറായിട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ 2 ലെയറാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ചിക്കൻ കറി മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് പകുതി ചിക്കൻ കറിയും അതിൻ്റെ മുകളിൽ ഇതുപോലെ പകുതി റൈസ് ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കി ചിക്കൻ കറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പകുതി റൈസ്, ബാക്കി ഇരിക്കുന്ന റൈസും കൂടി ഇട്ടിട്ട് ദം ചെയ്യാമെന്നാണ്. ഞാനിപ്പോൾ ഒരു ലെയറായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഇരുന്ന എല്ലാ റൈസും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ഇടുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗീയിൽ കാഷ്യൂനട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വറുത്തിടാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഓണിയനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ അടപ്പും കൂടി അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുന്ന പാത്രമാണ്, അതിനകത്ത് വെള്ളവും കൂടി ഉണ്ട്, അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റും കൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് നിങ്ങൾ അപ്പം തന്നെ തുറന്ന് നോക്കരുത്. നിങ്ങൾ ഒരു കഴിക്കാനുള്ള സമയമാകുമ്പോൾ മാത്രമേ തുറക്കാവുള്ളൂ. അപ്പോൾ ഈ ആവിയിലിരുന്ന് ഇത്രയും കൂടി നന്നായിട്ട് ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കും. എന്നിട്ട് മാത്രമേ നിങ്ങൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ. കഴിക്കാനുള്ള സമയത്ത് തുറന്നാൽ മതിയാവും. നമുക്കിനി ആ ദമ്മൊന്ന് തുറന്ന് നോക്കിയാലോ. തുറക്കുമ്പോൾ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, അടയ്ക്കുമ്പോൾ ഉള്ളതുപോലെ തന്നെയായിരിക്കും. പക്ഷേ മണം ഉണ്ടല്ലോ, മണം നിങ്ങൾ ഉണ്ടാക്കി തന്നെ അറിയണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് ഗീയൊന്നും നമ്മൾ ചേർക്കുന്നില്ല, വളരെ കുറച്ച് ഗീയെ ചേർക്കുന്നുള്ളൂ. കൂടുതൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനി ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്